ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കിരി മലനിരകളിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളാണ് വെള്ളിയാങ്കിരി മലനിരകൾ. ഇവിടെ ശിവൻ സ്വയംഭൂലിംഗമായി പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല മഴയുള്ള ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എൻ്റെ യാത്ര ആരംഭിക്കുന്നത്. എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ശക്തിവേൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ 3:30 കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രി 9:30 ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കയറിയത്. വെളുപ്പിന് 3:30 ആയതുകൊണ്ട് സ്റ്റേഷനിൽ തിരക്ക് നന്നേ കുറവായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 40 കിലോമീറ്റർ ദൂരം ബസ്സിൽ സഞ്ചരിച്ചാണ് ട്രക്കിംഗ് സെന്ററിലേക്ക് എത്തേണ്ടത്. സ്റ്റേഷൻ അടുത്ത് തന്നെ റൂമുകൾ ലഭ്യമാണ്. റൂമിലെത്തി കുളിച്ചൊന്ന് ഫ്രഷ് ആകേണ്ടതുണ്ട്. ഞങ്ങൾ എത്തിയപ്പോൾ ഹോട്ടൽ ജീവനക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു. അയാളെ വിളിച്ചുണർത്തി ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി. കുറച്ച് സമയം മാത്രമേ ഇതിനകത്ത് ചെലവഴിക്കുന്നുള്ളതുകൊണ്ട് വാടക കുറഞ്ഞ റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഏകദേശം 5 മണിയായപ്പോൾ ഞങ്ങൾ വെളിയിലിറങ്ങി. വൈകുന്നേരം വരാമല്ലോ എന്നുള്ള കണക്കുകൂട്ടലിൽ റൂം ചെക്കൗട്ട് ചെയ്തിട്ടില്ല. സ്റ്റേഷന് ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് ലഭ്യമാണ്. എങ്കിലും ഞങ്ങൾ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് കഴിഞ്ഞാൽ സീറ്റ് ലഭിക്കും എന്നുള്ള ഹോട്ടൽ ജീവനക്കാരന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. 24 മണിക്കൂറും ഇവിടെ നിന്നും ബസ് ഉണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് 3 കിലോമീറ്റർ ആണ് ദൂരം. ഇവിടെ നിന്നും 40 കിലോമീറ്റർ ദൂരമുള്ള പൂണ്ടി എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇവിടെ തന്നെയാണ് ഇഷ യോഗ സെന്റർ ഉള്ളത്. അവിടെയുള്ള ആദിയോഗി സ്റ്റാച്ചു വളരെ പ്രശസ്തമാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ എത്തി. ആളൊരല്പം ഗൗരവക്കാരനാണ്. ഇഷ യോഗ സെന്ററിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമുണ്ട് വെള്ളിയാങ്കിരി ട്രക്കിംഗ് സെന്ററിലേക്ക്. ബസ് എടുത്തു. വെളുപ്പിനെ ആയതിനാൽ വഴിയിൽ തിരക്ക് കുറവാണ്. ഇഷ യോഗ സെന്ററിലേക്ക് പോകുന്നതിന് ഇവിടെ ഇറങ്ങണം. ബസ്സിൽ നിന്ന് കുറച്ചുപേർ ഇവിടെ ഇറങ്ങി. പകലാവുമ്പോൾ ഇവിടെയെല്ലാം സജീവമാവും. ആ കാണുന്ന ഇലക്ട്രിക് വണ്ടിയിലാണ് അകത്തേക്ക് കയറ്റുന്നത്. സമയം കിട്ടുവാണെങ്കിൽ മാത്രം അങ്ങോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ. ആദ്യം കോട്ടയാണ്ടവർ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അവിടെ നിന്നാണ് മലകയറ്റം തുടങ്ങുന്നത്. ഇവിടെ പാർക്കിംഗ് സ്പേസ് ആണ്. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സമയത്തും ഇവിടെ നിന്ന് കോയമ്പത്തൂർ ടൗണിലേക്ക് ബസ് ഉണ്ടെന്നാണ് ഒരാൾ പറഞ്ഞത്. വർഷത്തിൽ 3 മാസം മാത്രമേ ഇവിടെ നിന്ന് മലകയറ്റം അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത സമയം വളരെ അപകടം പിടിച്ച വഴികളായതിനാൽ സന്ദർശകർക്ക് അനുവദനീയമല്ല. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്നും അമ്പലത്തിലേക്ക് നടക്കുകയാണ്. ഇതാണ് കോട്ടയാണ്ടവർ ക്ഷേത്രം. മല കയറുന്നതിന് മുൻപ് ഭക്തർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ശിവാനുഗ്രഹം തേടുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത്. വർഷത്തിൽ 3 മാസം മാത്രമേ ഇവിടെ ഇങ്ങനെ സജീവമാകാറുള്ളൂ. അല്ലാത്ത സമയം തീർത്ഥാടകർ വളരെ കുറവാണ്. ഞങ്ങൾ ആദ്യം തന്നെ മലകയറ്റത്തിന് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും വെള്ളവും മറ്റും വാങ്ങിച്ചു. ഈ അമ്പലത്തിന്റെ അടുത്ത് നിന്ന് എല്ലാം ലഭ്യമാണ്. ചായക്കും കാപ്പിക്കും മറ്റും ഇരട്ടി ചാർജാണ് ഈടാക്കുന്നത്. മലകയറ്റത്തിന് ഏറ്റവും അത്യാവശ്യം വടിയാണ് എന്നുള്ള കാര്യം അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വടിക്കട കാണുന്നത്. ബലമുള്ളതും വെയിറ്റ് കുറഞ്ഞതുമായിട്ടുള്ള വടി ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഒരു വടിക്ക് 30 രൂപയാണ് ഈടാക്കുന്നത്. മുളയുടെ കമ്പാണ് ഇതിനുപയോഗിക്കുന്നത്. കോട്ടൈ ആണ്ടവർ ക്ഷേത്രം. കോട്ടൈ എന്നാൽ കോട്ട, കാവൽ, ശക്തി എന്നൊക്കെയാണ് അർത്ഥം. ആണ്ടവർ എന്നാൽ മഹാദേവൻ. മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. മഹാദേവനെ കൂടാതെ പാർവതി, ഗണപതി, ഭൈരവൻ, കാർത്തികേയൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. 7 മലകളാണ് ഈ തീർത്ഥാടനത്തിൽ കവർ ചെയ്യേണ്ടത്. അതികഠിനവും പ്രയാസമേറിയതുമായ വഴികളാണ്. ഏകദേശം 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ എടുക്കും.
കൊടുമുടിയുടെ മുകളിൽ എത്തുന്നതിന് വേണ്ടി. വർഷത്തിൽ 3 മാസം മാത്രമേ ഈ ട്രെക്കിങ്ങിന് അനുവാദമുള്ളൂ. മഴക്കാലത്തുള്ള ട്രെക്കിംഗ് വളരെ അപകടം പിടിച്ചതായതുകൊണ്ട് ഇത് സന്ദർശകർക്ക് അനുവദനീയമല്ല. എല്ലാവരും ട്രെക്കിങ്ങിന് ഉപയോഗിച്ച വടികൾ ഇവിടെ ഇങ്ങനെ കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആദ്യത്തെ മലയിൽ മുഴുവൻ തന്നെ പടവുകളാണ് കയറേണ്ടത്. ഈ 7 മലനിരകളും തീർത്ഥാടനത്തിനും ആത്മീയ അന്വേഷണത്തിനും വളരെ പ്രാധാന്യമുള്ളതാണ്. വെള്ളിയാങ്കിരി മലനിരകളിലെ 7 കയറ്റങ്ങളും ഒരാളുടെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ആദ്യത്തെ മല ജീവിതത്തിന്റെ പുതിയ തുടക്കത്തെയും, രണ്ടാമത്തെ മല പ്രകൃതിയോടുള്ള അടുക്കലിനെയും, മൂന്നാമത്തെ മല വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള കാര്യപ്രാപ്തിയെയും, 4ാമത്തെ മല മനഃശാന്തിയെയും, 5ാം മല ആന്തരികമായ പരീക്ഷണത്തെയും, 6ാം മല അന്തിമ ലക്ഷ്യത്തിനുള്ള ഒരുങ്ങലിനെയും, 7ാം മല പരമസത്യത്തിന്റെ പ്രാപനവുമാണ്. ആദ്യത്തെ മലയായ ഗണപതി മലയുടെ അവസാനം ഇതുപോലെ ചെറിയ ഒരു ഗണപതിയുടെ അമ്പലമാണുള്ളത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്തർ 2ാമത്തെ മല കയറി തുടങ്ങുന്നു. 2ാം മല കാടുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ ശബ്ദവും കേട്ടുകൊണ്ടാണ് ഇനിയുള്ള യാത്ര. ഏകദേശം 1 മണിക്കൂറോളം വരുന്ന കഠിനമായ യാത്രയ്ക്ക് ശേഷം ഇവിടെ നിന്ന് ദാഹവും വിശപ്പും തീർക്കുന്നു. 2ാം മലയിലെ ഇരുണ്ട കാടുകളും നീണ്ട വൃക്ഷങ്ങളും ഭക്തർക്ക് പ്രകൃതിയുടെ ശക്തിയും ദൈവികതയും അനുഭവപ്പെടുത്തുന്നു. മല കയറുന്നതിന്റെ പ്രാരംഭഘട്ടത്തിൽ ആന്തരിക ഏകാഗ്രതയും ആത്മീയ ഉണർവുമാണ് ലഭിക്കുന്നത്. 18 തമിഴ് സിദ്ധരിൽ ഒരാളായ പാമ്പാടി സിദ്ധരുടെ പ്രതിഷ്ഠയോടുകൂടിയാണ് 2ാമത്തെ മല അവസാനിക്കുന്നത്. ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കിരി മലനിരകൾ സിദ്ധന്മാരുടെ തപോഭൂമിയായി അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് ശിവൻ സ്വയംഭൂ ലിംഗമായി അവതരിക്കാനുള്ള കാരണമായി പറയുന്നത്. പാമ്പാടി സിദ്ധർ ഈ മലയിൽ തപസ്സനുഷ്ഠിച്ചു മോക്ഷം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്തതാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത് ശ്രദ്ധിച്ചില്ല. ഇവിടെ കുരങ്ങുകളുടെ സാന്നിധ്യം വളരെയധികമുണ്ട്. തീർത്ഥാടകർ കൊടുക്കുന്ന തീറ്റയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവർക്ക് തീറ്റ കൊടുക്കരുതെന്ന് താഴെ ബോർഡിൽ എഴുതി വെച്ചിരുന്നത് ശ്രദ്ധിച്ചിരുന്നു. 3ാമത്തെ മല വെല്ലുവിളികൾ നേരിടുന്നതിനുള്ള കാര്യപ്രാപ്തിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടം തൊട്ട് മലകയറ്റം വളരെ കഠിനമാകുന്നു. ശാരീരികവും മാനസികവുമായിട്ടുള്ള സഹനശീലമാണ് ഈ മലകയറ്റം ആവശ്യപ്പെടുന്നത്. മലകയറ്റത്തിന്റെ ആയാസം കാരണം പലരും ക്ഷീണിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങുന്നത് കാണാം. പ്രമേഹം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ ഇവർ ഈ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. 4ാം മല വാതാവരണം എന്നാണ് അറിയപ്പെടുന്നത്. പേരുപോലെ തന്നെ ഇവിടെ വായുവിന്റെ സാന്നിധ്യം ശക്തമായിരിക്കും. തണുപ്പ് കൂടുകയും മുകളിൽ നിന്ന് മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുകയും ചെയ്യും. തീർത്ഥാടകർക്ക് ഇതൊരു ഏകാന്തതയുടെ അനുഭവം നൽകും. 5ാം മല ശക്തിയുടെയും സഹനത്തിന്റെയും മലയാണ്. ഇവിടെ എത്തുമ്പോൾ തണുപ്പ് കൂടുകയും ഓക്സിജന്റെ നില കുറയുകയും ചെയ്യുന്നു. അങ്ങ് ദൂരെ കാണുന്നത് 6ാമത്തെ മലയാണ്. ഈ ഭാഗം അവസാനത്തെ മലകയറ്റത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. AC ഡീലക്സ് റൂമിൽ കിടന്നുറങ്ങുന്നത് പോലെയാണ് ഈ കൊക്കയുടെ സൈഡിൽ ഇവർ കിടന്നുറങ്ങുന്നത്. 7ാമത്തെ മല കയറുന്നതിന് മുൻപാണ് ആണ്ടിക്കുളം. പഴയകാലത്ത് സന്യാസിമാർ ഈ ഭാഗത്ത് താമസിച്ചിരുന്നെന്നും അവർ ദിവസവും സ്നാനം ചെയ്യാൻ വന്നിരുന്ന സ്ഥലമാണ് ഇത് എന്നും വിശ്വസിക്കുന്നു. ഭക്തർ കഠിനമായിട്ടുള്ള 7ാമത്തെ മല കയറുന്നതിന് മുൻപ് ഇവിടെ വന്ന് ശാരീരിക ശുദ്ധി വരുത്തിയതിനു ശേഷമാണ് മുകളിലോട്ട് കയറുന്നത്. ഇതാണ് അവസാനത്തെ മല. ഇതിന്റെ മുകളിലാണ് ശിവദർശനം. ഈ യാത്രയിൽ ഏറ്റവും കഠിനവും ദൈർഘ്യമേറിയതുമായിട്ടുള്ള പാതയാണ് ഈ അവസാനത്തെ മല. നന്നായി ശ്വാസം എടുത്തുകൊണ്ട് വളരെ സാവധാനം വേണം ഓരോ ചുവടുകളും വയ്ക്കുവാൻ. യോഗയിലെ പ്രാണായാമക്രിയ പരിശീലിക്കുന്നവർക്ക് ഇത് അല്പം എളുപ്പമായിരിക്കും. ഈ യാത്രയിൽ ഭൗതികവും മാനസികവും ആത്മീയവുമായ പല പരീക്ഷണങ്ങളും ഭക്തർ നേരിടുന്നു.
അവസാനം മലമുകളിൽ ശിവൻ പ്രത്യക്ഷനാകുമ്പോൾ ആ അനുഗ്രഹം ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു ഉത്തരം നൽകുന്നതായി നമുക്ക് തോന്നും. കല്ലും മുള്ളും നിറഞ്ഞ കഠിനമായ ജീവിത പാതയാണ് ഈ 7 മലകളും. അവ താണ്ടി പരമമായ സത്യത്തിലേക്കുള്ള യാത്രയാണ് ഓരോ ജീവിതവും എന്നാണ് ഈ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇതുപോലെ ഇരുമ്പിൽ നിർമ്മിച്ച ശൂലങ്ങൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ശൂലങ്ങളുണ്ട് ഇവിടെ. മുകളിലെത്തുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീയ അനുഭൂതി ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. അതിനിവിടെ വരിക തന്നെ വേണം. ഇവിടെ വരുന്ന എല്ലാവരുടെയും നെറ്റിയിൽ ഇതുപോലെ ഭസ്മം പൂശും. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ വരുന്നുണ്ടെങ്കിലും അമ്പലത്തിനടുത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. സ്വയംഭൂ ലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. സ്വയംഭൂ എന്നാൽ പ്രകൃതിയാൽ ഉണ്ടായത് എന്നാണ് അർത്ഥം. പുരാണങ്ങൾ പ്രകാരം ദേവി പാർവതി ഈ മലമുകളിൽ കടുപ്പമേറിയ തപസ് നടത്തിയെന്നും അവരുടെ സമർപ്പണത്തിൽ തൃപ്തനായ ശിവൻ ഇവിടെ സ്വയംഭൂ ലിംഗമായി അവതരിച്ചു എന്നുമാണ് വിശ്വാസം. ഇതിന് അടുത്തിരുന്ന് ധ്യാനിക്കുന്നത് ആത്മീയ ഉണർവിന് സഹായകമാണെന്നാണ് വിശ്വാസം. രാവിലെ 6:30 മല കയറി തുടങ്ങിയ ഞങ്ങൾ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. ഇങ്ങനെ കുരങ്ങുകൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നത് അവയ്ക്ക് ഭക്ഷണം തേടുന്നതിനുള്ള സ്വയം പര്യാപ്തത നഷ്ടപ്പെടും എന്ന് പറയുന്നു. അതിനാലാണ് ഇവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്നത്. കോവിഡ് കാലത്ത് നോർത്ത് ഇന്ത്യയിലെ ഒരു അമ്പലത്തിൽ ഭക്ഷണം കിട്ടാതായപ്പോൾ കുരങ്ങുകൾ മനുഷ്യവാസ സ്ഥലങ്ങളിൽ ഇറങ്ങി മനുഷ്യരെ ആക്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഇവിടെ കടകളിൽ ലഭിക്കുന്ന ഓരോ സാധനങ്ങളും ഇതുപോലെ കഷ്ടപ്പെട്ട് കിലോമീറ്ററുകൾ താണ്ടിയാണ് മുകളിലോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ യോഗ സെന്ററിന്റെ ആദിയോഗി സ്റ്റാച്യു കാണാം. ഞങ്ങൾ താഴത്തെത്തിയപ്പോഴേക്കും വൈകിട്ട് 6:30 അതായത് ഏകദേശം 12 മണിക്കൂറുള്ള ട്രക്കിംഗ് ആണ് ഞങ്ങൾ പൂർത്തിയാക്കിയത്. താഴെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉപ്പുമാവ് കഴിച്ചു. 7:30 പതുക്കെ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു.